നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാഗലശ്ശേരി പഞ്ചായത്ത് 13-ാം വാർഡ് കാട്ടക്കാംപാറയിൽ സ്ഥാപിച്ചിരുന്ന മിനി MCF സാമൂഹ്യ വിരുദ്ധർ തീവെച്ചു നശിപ്പിച്ച നിലയിൽ. ചൊവ്വാഴ്ച രാത്രി 10-ന് ശേഷമാണ് സംഭവമുണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. തീ ആളിപ്പടർന്നതിനെ തുടർന്ന് സമീപത്തെ കുടിവെള്ള പദ്ധതിയുടെ സർവീസ് വയറുകളും മീറ്ററുകളും കത്തി നശിച്ചെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ദേവയാനി രവീന്ദ്രൻ, സെക്രട്ടറി തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിവിൻ ദേവദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി സാജിത്ത് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി തോമസ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. പട്ടാമ്പിയിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണാഭരണങ്ങളും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി. ചെന്നൈയിൽ നിന്നും എത്തിയ ഉടമസ്ഥ സുജാത പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബാഗ് ഏറ്റുവാങ്ങി. പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ 10 പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ബാഗിന്റെ ഉടമ ജാർഖണ്ഡിലുള്ള സുജാതയും സഹോദരി ചെന്നൈയിൽ താമസിക്കുന്ന ബിന്ദുവും സ്റ്റേഷനിലെത്തി ബാഗ് കൈപ്പറ്റിയത്. പട്ടാമ്പിയിലെ ബന്ധുവിന്റെ കല്യാണത്തിനെത്തിയതായിരുന്നു ഇരുവരും. ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്ന വേളയിലാണ് 10.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് കൽപ്പകയിൽ വെച്ച് നഷ്ടമായത്. ഇവർ ഒറ്റപ്പാലത്തെത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. പിന്നീട് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി വഴി പോകുകയായിരുന്ന ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സബാദിന് ബാഗ് ലഭിച്ചത്. ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും അടങ്ങിയ ബാഗാണെന്ന് മനസ്സിലായത്. പിന്നീട് ഉടമസ്ഥരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. തുടർന്നാണ് ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. ബാഗ് നഷ്ടപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തതോടെ ഉടമസ്ഥരെ കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല. അബ്ദുൾ സബാദിന്റെ മാതൃകാ പ്രവർത്തനത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നു. പിന്നീട് രാവിലെ കച്ചവടത്തിന് പോകുമ്പോഴായിരുന്നു കിട്ടിയിരുന്നത്. ഞാൻ വേറെ എവിടെയെങ്കിലും ഈ ബാഗ് ഏതാന്ന് കിട്ടിയപ്പോൾ എനിക്കറിയില്ല. വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി. കാരണം വേറെ എവിടെയും ഏൽപ്പിച്ചു പോകണ്ട, നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക, അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാനെടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഞാൻ ഞങ്ങളുടെ നമ്മുടെ അറിയപ്പെട്ട ഞങ്ങളെ പഞ്ചായത്ത് മെമ്പറെയും എൻ്റെ കൂട്ടുകാരെ റസാക്കിനെ എല്ലാം വിട്ടിട്ട് ഇവിടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ അവർ വന്നതിൻ്റെ മുന്നിൽ അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത്. പട്ടാമ്പി CI അർഷാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ബാഗ് ഉടമകൾക്ക് കൈമാറിയത്. ബാഗ് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം ഇവർ പങ്കുവച്ചു. പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾ ഒറ്റപ്പാലത്ത് ട്രെയിന് കയറാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ റെഡിയായിട്ട് 12 ഉണ്ടായിരുന്നു. എല്ലാം വണ്ടിയിൽ കയറ്റിയപ്പോൾ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ ബാഗ് വണ്ടിയിൽ അയച്ചിട്ട് ഞങ്ങൾ പിന്നീട് ബസ്സിൽ പോയതായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുന്നത് അറിഞ്ഞില്ല. 12 അവിടെ ഇറക്കിയപ്പോൾ 11 ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ അടുത്ത് ഒറ്റപ്പാലം വണ്ടി വരെ വരാറായി. രാജ്യത്തെ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷനിൽ പോയപ്പോൾ അവരടുത്ത് പറഞ്ഞു. ഇപ്പോൾ അവർ ഫോൺ ചെയ്ത് ഷൊർണൂർ സ്റ്റേഷനിൽ പട്ടാമ്പി സ്റ്റേഷനിൽ പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ കുറേ ഇട്ടിരുന്നു ഞങ്ങൾ. പിന്നെ വേറെ മേമൻ്റെ അറിഞ്ഞ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഫോൺ ചെയ്തപ്പോൾ ഇവരുടെ ഫോണാണ് ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത്. ചേച്ചി ട്രെയിനിലായിരുന്നു. എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ തന്നെ ഇറങ്ങി. പെട്ടെന്ന് എനിക്ക് ഇത് ബാഗ് മിസ്സായ കാരണം എനിക്ക് ഇത് വയ്യാതായി വന്നിട്ട് തലയൊക്കെ കറങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ ചെന്നൈയിൽ ഇറങ്ങി. പിന്നെ ചേച്ചി വേഗം വിളിച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ അങ്ങനെ വന്നതാണ്. മാതൃകാ പ്രവർത്തനം നടത്തിയ സബാദിന് ഉപഹാരവും ഇവർ നൽകി. മാതൃകാ പ്രവർത്തനം നടത്തി വലിയ ശ്രദ്ധ സബാദ് പിടിച്ചുപറ്റിയെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും പട്ടാമ്പി CI അൻഷാദും പറഞ്ഞു. പട്ടാമ്പിക്കകത്ത് തന്നെ അഭിമാനകരമായിട്ടുള്ള നമ്മുടെ സബാദ് അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് പട്ടാമ്പി ഇന്നലെ പട്ടയം ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു ബാഗ് അതിൽ അദ്ദേഹം തുറന്നു വെച്ച സമയത്ത് ഏകദേശം 10 പവനോളം സ്വർണ്ണം ലഭിക്കുകയും ഉടൻ തന്നെ അത് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം അറിയിച്ചുകൊണ്ട് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താനുള്ള നടപടികളെടുക്കുകയും തുടർന്ന് ഇവരുടെ നമ്മുടെ ചെന്നൈയിലുള്ള സുജാത അവരെ കണ്ടെത്തുകയും അവരിന്ന് നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇത് സ്വീകരിക്കുന്നതിനായിട്ട്. പിന്നെ അവരുടെ മറ്റ്
വലിയൊരു പുണ്യപ്രവൃത്തി എന്ന് തന്നെ പറയാം. അതിലേക്ക് നയിച്ചിട്ടുള്ള അതിൻ്റെ ആ പ്രവൃത്തി തന്നെയാണ്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച പുതിയ പ്രസ് ക്ലബ്ബ് ഹാൾ ഉദ്ഘാടനത്തിനൊരുങ്ങിയതായി കൂറ്റനാട് പ്രസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തായി കൂറ്റനാട് പ്രസ് ക്ലബ്ബിനോട് ചേർന്നാണ് പ്രസ് ക്ലബ്ബ് ഹാളും സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരേ സമയം 100ഓളം ആളുകൾ പങ്കെടുക്കുന്ന ചടങ്ങുകളും ആഘോഷങ്ങളും വിവിധ പരിപാടികളും ഹാളിൽ സംഘടിപ്പിക്കാനാകും. ഉദ്ഘാടനം ഏറ്റവും അടുത്ത ദിവസത്തിൽ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി മൂസ പെരിങ്ങോട്, സെക്രട്ടറി ഇസ്മായിൽ പെരുമണ്ണൂർ, ട്രഷറർ രഘു പെരുമണ്ണൂർ, TVM അലി, ഉമാശങ്കർ എഴുമങ്ങാട്, പ്രദീപ് ചെറുവാശ്ശേരി, ഗീവർ ചാലിശ്ശേരി, മധു കൂറ്റനാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൂറ്റനാട് ബ്ലൂ ഡയമണ്ട് ബിൽഡിങ്ങിൽ പ്രവർത്തിച്ച പ്രസ് ക്ലബിൻ്റെ ഞങ്ങളുടെ ഓഫീസുകളൊന്ന് വിപുലമായ രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. ഒരു പത്രസമ്മേളനത്തിന് മാത്രം ഉപയോഗിക്കണം എന്നല്ല പ്രസ് ക്ലബിൻ്റെ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. കൂറ്റനാട് കലാ സാംസ്കാരിക രംഗത്തുള്ള ഒട്ടനവധി ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. അവർക്കൊന്ന് ഒത്തുകൂടാൻ ആവശ്യമായ ഒരു സ്ഥലത്തിൻ്റെ പരിമിതിയും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചെറിയ 50 ആൾ വരെയൊക്കെ ഇരിക്കാൻ സാധ്യതയുള്ള ഒരു മീറ്റിംഗ് ഹാള് കൂടിയാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. കരുണയുടെ പ്രകാശം ചൊരിഞ്ഞ ചാലിശ്ശേരി GCC ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ വിതരണം സംഘടിപ്പിച്ചു. ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങിൽ PK ജിജു എറണാകുളം വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമത്തിലെ ആദ്യകാല ഗോൾ കീപ്പറായിരുന്ന പുലിക്കോട്ടിൽ കോക്കൂർ കുഞ്ഞന്റെ സ്മരണാർത്ഥം മകൻ PK ജിജു എറണാകുളമാണ് ദൈവമാതാവിന്റെ ജനനപെരുന്നാളിന്റെ ഭാഗമായി ചികിത്സാ സഹായ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. ചികിത്സാഭാരങ്ങൾ വഹിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് കരുത്താകാൻ പഞ്ചായത്തിലെ 15 വാർഡുകളിൽ നിന്ന് രോഗചികിത്സയ്ക്കും മരുന്നിനും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തിയാണ് പ്രതീക്ഷയുടെ വെളിച്ചമായി സഹായഹസ്തം നൽകിയത്. എല്ലാ വർഷവും സെപ്റ്റംബർ 7-ാം തീയതി സഹായ പദ്ധതി തുടരുമെന്നും കളിയുടെ വേദിയായി തുടങ്ങിയ GCC ഇന്ന് ഗ്രാമത്തിൽ കരുണയുടെ വിളക്കായി തീർന്നിരിക്കുന്നതായും ജിജു എറണാകുളം പറഞ്ഞു. ചടങ്ങിൽ ക്ലബ് വൈസ് പ്രസിഡന്റ് CV മണികണ്ഠൻ അധ്യക്ഷനായി. MBBS പഠനത്തിന് പ്രവേശനം നേടിയ ക്ലബ് അംഗത്തിന്റെ മകൾ ഫാത്തിമ ഹമീദിന് മെമ്പർ ആനി വിനു ഉപഹാരം നൽകി അനുമോദിച്ചു. രക്ഷാധികാരി K ബാബു നാസർ, ആദ്യകാല കളിക്കാരൻ തമ്പി അരിമ്പൂർ, KA പ്രയാൺ, നൌഷാദ് മുക്കൂട്ട, ട്രഷറർ AA ഇക്ബാൽ, AC ജോൺസൺ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാബു P ജോർജ് നന്ദിയും പറഞ്ഞു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ യൂണിയന്റെ മാഗസിൻ പ്രകാശനം നടന്നു. RLV രാമകൃഷ്ണൻ പ്രകാശനം നിർവഹിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തെ മാഗസീനാണ് പ്രകാശനം ചെയ്തത്. ബിത്ര എന്ന പേരിലായിരുന്നു മാഗസീൻ ഒരുക്കിയത്. ഡോക്ടർ RLV രാമകൃഷ്ണൻ കിർ ആക്ടിവിസ്റ്റും കവിയുമായ വിഷ്ണു സുജാത മോഹന് മാഗസീൻ കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. സ്റ്റുഡന്റ് എഡിറ്റർ നന്ദകിഷോർ, സ്റ്റാഫ് എഡിറ്റർ അലിക്കുട്ടി, പ്രിൻസിപ്പൽ MR രശ്മി, അധ്യാപകരായ റോയ്, റസീന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പുറത്താക്കപ്പെട്ടവരുടെ പുസ്തകമായ ബിത്ര ചേർത്തുനിർത്തലിന്റെ രാഷ്ട്രീയമാണ് സംവദിക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. സമകാലിക സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട രാഷ്ട്രീയത്തെയാണ് ബിത്രയിൽ പ്രതിപാദിക്കുന്നതെന്നും അണിയറ പ്രവർത്തകർ സൂചിപ്പിച്ചു. ചൂണ്ടിക്കാണിക്കപ്പെടുകയും പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊരു സന്തോഷം ഉള്ളത് ഈ പുലയാണ് പോലും എന്നുള്ള മാഗസിനും മാംസ ബുക്ക് എന്നുള്ള മാഗസിനും കവർ പേജ് വരയ്ക്കുകയും അതിലെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്ത അതേ ആളാണ് ഇന്നത്തെ ബിത്ര എന്ന മാഗസിന്റെ കവർ വരച്ചതെന്ന് അറിയുന്ന സമയത്ത് വളരെ സന്തോഷം. മളവിക എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അത് ഞാൻ ഇവിടെ ഇരുന്നിട്ട് മാത്രമാണ് അറിഞ്ഞത്. അപ്പൊ അത്തരത്തിലുള്ള വളരെ വ്യക്തിപരമായുള്ള വളരെ സന്തോഷങ്ങളും ഇതിന്റെ ഇടയ്ക്ക് കൂടെ പറയാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ മാഗസിനെ പറ്റി പറയുന്ന സമയത്ത് പുറത്താക്കപ്പെട്ടവരെ പറ്റി അല്ലെങ്കിൽ പലതരത്തിൽ ലോകം പലതരത്തിൽ വൈദ്യുതികൾ വരച്ചും പലതരത്തിലുള്ള അതിരുകൾ വരച്ചും ആളുകളെ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ പിന്നിൽ നിൽക്കുന്ന ധാരാളം പ്യുവറായിട്ടുള്ള മനുഷ്യരുടെ വീടുകളിൽ നിന്നും വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ ഐഡന്റിറ്റിയുടെ പേരിൽ ജെൻഡറിന്റെ പേരിലൊക്കെ പുറത്താക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. അവരെല്ലാം അവരുടെ സ്ഥാനങ്ങൾ തിരിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം അവരുടെ സ്ഥാനങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി വരുന്ന ഒരു വരവ് കൂടി ഈ കാലത്തുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. കുട്ടനാട് ഉല്ലാസ് നഗറിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി.
കള്ള് ഗോഡൌൺ പരിസരത്ത് നിന്നും കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെയാണ് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ കോട്ടപ്പാടം ബൈജു മലമ്പാമ്പിനെ പിടികൂടിയത്. രാത്രി 8:30യോടെ പരിസരവാസികളാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് ഫോറസ്റ്റ് വാച്ചർ എത്തുന്നതുവരെ പരിസരവാസികൾ മലമ്പാമ്പിനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയായിരുന്നു. പിടികൂടിയ മലമ്പാമ്പിനെ പിന്നീട് വനമേഖലയിൽ തുറന്നുവിട്ടു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു. കൊപ്പം SHO ശിവശങ്കരൻ മേള ഉദ്ഘാടനം ചെയ്തു. കൊപ്പം GVHSSന്റെ അതിഗംഭീരമായ കായികമേളയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിലേക്ക് പരിപാടികൾ നീങ്ങുകയാണ്. ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് മുന്നോടിയായാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചത്. കൊപ്പം പോലീസ് സ്റ്റേഷനിലെ SHO ശിവശങ്കരൻ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ സുരേഷ് കുമാർ, SMC ചെയർമാൻ ഷാജിദ്, സ്കൂൾ പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഇക്ബാൽ, VHSC പ്രിൻസിപ്പൽ T ഷാജി, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാഹുൽ ഹമീദ്, അബ്ദുൽ നാസർ, നിസാർ, സബ് സെക്രട്ടറി ദിനേശ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മാർച്ച് പാസിന് കായികവേദി സെക്രട്ടറി സഹാന നേതൃത്വം നൽകി. മുൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ഹരിദേവൻ, കായികാധ്യാപിക മേരി ലാജി എന്നിവർ ദീപശിഖ ഏറ്റുവാങ്ങി. തുടർന്ന് കായിക മത്സരങ്ങളും ആരംഭിച്ചു. ഇതോടെ നിലവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.